കത്തോലിക്ക സഭ ഇടത്തോട്ടോ. സഭയുടേതായി 2 ബിഷപ്പുമാരുടെ വാക്കുകളാണ് ഈ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇന്നലെ പറഞ്ഞത് ക്രൈസ്തവ സഭകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചെന്നും ഭിന്നശേഷി അധ്യാപക നിയമനമടക്കം നടപ്പായി എന്നുമാണ്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായി കൊണ്ടുവന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതി അതിനെയും ശക്തമായി തന്നെ അദ്ദേഹം എതിർത്തു. എന്തായാലും അദ്ദേഹത്തിന്റെ തോമസ് തറയിൽ പിതാവിന്റെ വാക്കുകൾ ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ സഭയുടെ ഒരു ദൗത്യം എപ്പോഴും മനസാക്ഷി രൂപീകരണത്തിലാണ്. അതായത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനവും മനസാക്ഷി രൂപീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളം പോലെ വളരെ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ MP-മാരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവരാരും ഇപ്പോൾ പാർലമെൻറ്റിലില്ല. പക്ഷേ അവരുടെ മറ്റ് ഉത്തരേന്ത്യൻ അവരുടെ സുഹൃത്തുക്കളും അതുപോലെ പാർട്ടി കൊളാബറേറ്റേഴ്സും വഴി ഇത് തീർച്ചയായിട്ടും ലോക്സഭയിൽ ഉന്നയിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നിയമം അവതരിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ ചർച്ചയും വോട്ടെടുപ്പും ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ ഇതിൻ്റെ ക്ലോസുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് സമാനമായ എല്ലാ കേസുകളിലും പൊതുവെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആൾ എന്ന് കണക്കാക്കിയിരുന്ന ഒരു പിതാവ് കൂടിയാണ്. രാഹുൽ ഗാന്ധിയിലാണ് ഇന്ത്യയുടെ